ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സിങ്ക് ട്രേഡിങ്ങിന് പറ്റിയ കുറച്ച് സ്റ്റോക്സും അതിൻ്റെ ലെവൽസും ആണ്. അപ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പൊസിഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടേതായ ഒരു അനാലിസിസ് കൂടി നടത്തിയതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. അപ്പോൾ നമ്മൾ ഇതിനുവേണ്ടി പീരീഡ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് 2 years ആണ്. അതുപോലെ വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെൻട്രൽ ബാങ്ക് കാണാൻ സാധിക്കും. പ്രീവിയസ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഒരു സെൽ പ്രഷർ വന്നു, വീണ്ടും നല്ല രീതിയിൽ ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇപ്പോൾ അപ് ട്രെൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് റിട്രേസ് ചെയ്ത് താഴേക്ക് വരുന്ന മുറയ്ക്ക് നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇത് ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിതിൻ്റെ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് ഈ ഒരു ലെവലായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് SBIN ആണ്. അപ്പോൾ SBIN മുമ്പുള്ള റെസിസ്റ്റൻസ് ഇതായിരുന്നു. ആ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം അവിടെ ഒരു സെൽ പ്രഷർ വന്നിട്ട് വീണ്ടും ഒരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ബൈ എടുക്കാൻ പറ്റിയതാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് ഈ ഒരു ലെവലിന് താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് കാണാം. അപ്പോൾ ഇതും റിട്രേസ് ചെയ്ത് വരുന്നതനുസരിച്ച് നമുക്ക് ബൈ എടുക്കാം. ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് അശോക് ലൈലാൻഡ് ആണ്. അപ്പോൾ അശോക് ലൈലാൻഡ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം സെൽ പ്രഷർ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് കയറിപ്പോയിട്ട് വീണ്ടും അവിടെ റീടെസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ബൈ എടുക്കാൻ പറ്റിയതാണ് അശോക് ലൈലാൻഡും. അപ്പോൾ ഇത് ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിതിൻ്റെ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് ഈ ഒരു ലെവലിന് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. അത് റീസെൻറ്റ് വന്നിരിക്കുന്ന സ്വിംഗ് ലോ ആണ്. ആ ലോയ്ക്ക് താഴെ, അതായത് 165 താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും മുകളിൽ കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത് DCW ആണ്. അപ്പോൾ DCW മുമ്പുള്ള റെസിസ്റ്റൻസ് ഇതായിരുന്നു. ആ റെസിസ്റ്റൻസോട് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ താഴേക്ക് വന്നു, വീണ്ടും അത് ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ സെൽ പ്രഷർ വന്നു, വീണ്ടും ആ ലെവലിൽ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് ബൈ എടുക്കാൻ പറ്റിയൊരു സ്റ്റോക്കാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് 60 താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. അപ്പോൾ ഇത് താഴേക്ക് റീട്രേസ് ചെയ്ത് വരുന്നതനുസരിച്ച് നമുക്ക് ബൈ എടുത്തിട്ട് ഈ 60 താഴെ സ്റ്റോപ്പ് ലോസ് കണ്ടാൽ മതിയാവും. ഇനി അടുത്ത സ്റ്റോക്ക് പട്ടേൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ മുമ്പുണ്ടായ റെസിസ്റ്റൻസോടെ ബ്രേക്ക് ചെയ്തു, സെൽ പ്രഷർ വന്നിട്ട് വീണ്ടും ഒരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ സ്റ്റോക്കാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് കണ്ടത് ഈ ഒരു ക്യാൻഡിലിന് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. അപ്പോൾ ഈ പട്ടേൽ എഞ്ചിനീയറിംഗ് അടുത്ത ദിവസങ്ങളിൽ റീട്രേസ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അടുത്തത് ഫെഡറൽ ബാങ്ക് ആണ്. അപ്പോൾ മുമ്പ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം വീണ്ടും അവിടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് തിരിച്ചു കയറുകയാണ്. വീണ്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അത് റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു കയറാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് ഈ ഒരു ലെവലിന് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് കാണാം. ഈ ഒരു സ്റ്റോക്സും കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഫെഡറൽ ബാങ്ക്. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് RBL ബാങ്ക് ആണ്. അപ്പോൾ RBL ബാങ്ക് മുമ്പുണ്ടായ റെസിസ്റ്റൻസ് ഇതായിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, അവിടെ നിന്ന് ഒരു സെൽ പ്രഷർ വന്നിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കും ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണ്ടത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ, അതായത് 250 ലെവലിന് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. അടുത്തത് തന്നെ ആക്സിസ് ബാങ്ക് ആണ്. അപ്പോൾ ആക്സിസ് ബാങ്ക് മുമ്പ് റെസിസ്റ്റൻസ് വന്നത് ഈ ഒരു പോയിന്റ് ആണ്. ആ റെസിസ്റ്റൻസോടെ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് ഒരു സെൽ പ്രഷർ വന്നിട്ട് വീണ്ടും അത് റീടെസ്റ്റ് ചെയ്ത് കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആക്സിസ് ബാങ്ക് ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇനി അടുത്ത സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ ലെവൽ സപ്പോർട്ടായി എടുത്തിട്ടുണ്ട്. ഈ ലെവൽ ഒരുപാട് തവണ സപ്പോർട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ സ്റ്റോക്കാണ്. ഈ ഒരു ലെവലിന് താഴെ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് താഴെ സ്റ്റോപ്പ് ലോസ് കാണണം നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ടാർഗറ്റൊക്കെ നമുക്ക് ഈ ഒരു ലെവലായിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. 2700 ലെവലൊക്കെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അവിടെയാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ളത്. ഇനി അടുത്ത സ്റ്റോക്ക് SBI ലൈഫ് ആണ്. അപ്പോൾ SBI ലൈഫ് ഇതായിരുന്നു റെസിസ്റ്റൻസ് ലെവല്. ആ ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് കയറിപ്പോയി, ഒരു സെൽ പ്രഷർ വന്നിട്ട് വീണ്ടും ഒരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു SBI ലൈഫ് നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്.
ഈ ഒരു ലെവലൊക്കെ ബൈ ലെവലാണ്. അപ്പോൾ മാർക്കറ്റ് റിട്രേസ് ചെയ്ത് താഴേക്ക് വരുന്നതനുസരിച്ച് നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഒരു 1360 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കാണണം. അടുത്ത സ്റ്റോക്ക് TI ആണ്. അപ്പോൾ TI ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു മുമ്പ്, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബൈ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു 220 ലെവലിന് താഴെ സ്റ്റോപ്പ് ലോസ് കാണണം TI. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഈ ഒരു ഹൈ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ബാലാജി ടെലിഫിലിംസ് ആണ്. അപ്പോൾ ഇവിടെ മുമ്പ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ, അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഒന്ന് സെൽ പ്രഷർ വന്നിട്ട് വീണ്ടും ഒരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാലാജി ടെലിഫിലിംസ് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു ക്യാൻഡലിനെ, ഈ റെഡ് ക്യാൻഡലിന് താഴെ വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഏകദേശം 80 താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. അപ്പോൾ ഈ റീട്രേസ് ചെയ്ത അനുസരിച്ച് നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊക്കെ ബൈ ലെവലാണ്. 85 ലെവല് ഒക്കെ ബൈ ലെവലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ലെവലൊക്കെ വരാണെങ്കിൽ ബൈ എടുക്കാം. 80 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെയാണ് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. നമ്മൾ 2 ഇയേഴ്സിൻ്റെ പീരീഡ്സാണ് എടുത്തിരിക്കുന്നത്. വീക്ക്ലി ക്യാൻഡിൽസ് ആണ് നോക്കിയിരിക്കുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്ത് വരുന്ന ക്യാൻഡിൽസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു അനാലിസിസ് കൂടി നടത്തിയതിന് ശേഷം നിങ്ങൾ പൊസിഷൻ എടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.